പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അയോധ്യയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിരവധി വികസന പദ്ധതികൾക്ക് നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിന്റെ ഇരുവശത്തും മുഴുവൻ നരേന്ദ്രമോദിയുടെ കട്ടൌട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ അയോധ്യയാണ്. അയോധ്യയിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. നരേന്ദ്രമോദിയും BJPയും റോഡ് ഷോയുണ്ട്, പൊതുപരിപാടികളുണ്ട്. അയോധ്യയുടെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അയോധ്യയിൽ ആരംഭമാണ്. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആരംഭം അയോധ്യയിൽ നിന്ന് തുടങ്ങുകയാണ്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിക്കഴിഞ്ഞു. മഹാഋഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും നവീകരിച്ച ആധുനികവൽക്കരിച്ച റെയിൽവേ സ്റ്റേഷനും അടക്കമാണ് പ്രധാനമന്ത്രി ഇന്ന് തുറന്നുകൊടുക്കുക. അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും പുതിയ അമൃത് ഭാരത്, വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 12:15 വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം. തുടർന്ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടക്കും. ഏകദേശം 15,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് നരേന്ദ്രമോദി തുടക്കം കുറിക്കുന്നത്. ഇതിൽ 11,000 കോടിയുടെയും വികസന പദ്ധതികൾ അയോധ്യയിലും സമീപ പ്രദേശങ്ങളിലുമാണ്. അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് രാംപഥ് വരെ 15 കിലോമീറ്ററോളം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ റാലിയിൽ, ഇപ്പോൾ ഈ കാണുന്ന റാലിയിലും റോഡ് ഷോയിലും ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ. നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ഇറങ്ങിയ നരേന്ദ്രമോദിയെ യോഗി ആദിത്യനാഥാണ് പൂമാലയിട്ട് സ്വീകരിച്ചത്. അയോധ്യയിലെ തെരുവുകളിലൊക്കെ നരേന്ദ്രമോദിയുടെ കട്ടൌട്ടുകൾ, ശ്രീരാമ ഭക്തിഗാനങ്ങളാണ് മുഴങ്ങിക്കേൾക്കുന്നത്. വഴികളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ചുമർ ചിത്രങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ശ്രീരാമന്റെ വലിയ കട്ടൗട്ടുകൾ, പ്രധാന സ്ഥലങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുടെ വലിയ പോസ്റ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, അയോധ്യയിൽ നിന്ന് ആരംഭിക്കുകയാണ് മോദി. ആര്യ, തീർച്ചയായിട്ടും 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് BJPയുടെയും NDAയുടെയും ഏറ്റവും വലിയ പ്രചാരണ വിഷയമാണ് ഇപ്പോൾ അയോധ്യയിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്, കാണാൻ സാധിക്കുന്നത്. കൃത്യം 10:45 തന്നെ അയോധ്യയിലെ വിമാനത്താവളത്തിൽ മോദി വിമാനമിറങ്ങി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടെ നിന്നും റോഡ് ഷോ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കനത്ത സുരക്ഷയാണ് അയോധ്യയിൽ അങ്ങിങ്ങും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ മോദി പോയിക്കൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് കാൽനടയായിട്ട് പോലും ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. റോഡിൻ്റെ ഇരുവശത്തും വലിയ രീതിയിലുള്ള ഈ ബാരിക്കേഡുകളെല്ലാം തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. ഇതൊരു സാധാരണ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള റോഡ് ഷോ ആക്കി മാറ്റുന്നതിന് പകരം ഈ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന മഹർഷിമാരെയും ബ്രാഹ്മണരെയും ഉന്നത ആളുകളെയും എല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ കലാരൂപങ്ങളും അതുപോലെ തന്നെ തനതായിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങൾ, അവരുടെ തന്നെ ഒരുപാട് നാട്യ കാര്യങ്ങളെല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു റോഡ് ഷോ. അത് ഏകദേശം 16-17 കിലോമീറ്റർ നീളും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 3 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂർ മാത്രം നീളുന്ന ഒരു സന്ദർശനമാണ് നിലവിൽ അയോധ്യയിൽ ഇന്ന് മോദിക്കുള്ളത്. പക്ഷേ ഈ വരുന്ന ജനുവരി 22-ാം തീയതി ഉണ്ടാകാൻ പോകുന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾ, അതിന് ഒരു റിഹേഴ്സൽ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ റോഡ് ഷോയും ഈ മോദിയുടെ ഈ സന്ദർശനത്തെ എല്ലാം തന്നെ ഉത്തർപ്രദേശ് സർക്കാർ കണക്കാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനോടകം തന്നെ ചെയ്തിട്ടുള്ളതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. വിമാനത്താവളത്തിൽ ഇറങ്ങിയ മോദിയെ സ്വീകരിച്ചത് ഉത്തർപ്രദേശ് ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ്. 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾ, അതാണ് ഇന്ന് മോദി ആ 17,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുക. അതിൽ 11,100 കോടി രൂപയുടെയും വികസന പദ്ധതികൾ, വികസന കാര്യങ്ങൾ അയോധ്യയിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രചാരണ ആയുധമാക്കി അയോധ്യയെ, രാമക്ഷേത്രത്തെ എല്ലാം തന്നെ മാറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നിലവിൽ അയോധ്യയിൽ നടക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വെർച്വലായിട്ടും അതല്ലാതെ നേരിട്ടും 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും രാജ്യത്തെ തന്നെ ആദ്യത്തെ 2 അമൃത് ഭാരത് ട്രെയിനുകൾക്ക് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിൽ 2 ട്രെയിനുകൾ മാത്രമാണ് നിലവിൽ അയോധ്യയിൽ നിന്നും പുറപ്പെടുന്നതും അവസാനിക്കുന്നതുമുള്ളത്. ഡൽഹിയിൽ നിന്നും അയോധ്യയിലേക്കുള്ള ഒരു അമൃത് ഭാരത് ട്രെയിനും അതുപോലെ തന്നെ ഒരു വന്ദേ ഭാരത് ട്രെയിനും, മറ്റ് ട്രെയിനുകളെല്ലാം തന്നെ മറ്റ് 6 ട്രെയിനുകളും മറ്റ് വിവിധ ഇടങ്ങളിലാണ് തന്നെ. അതായത് ബീഹാറുണ്ട്, മധ്യപ്രദേശുണ്ട്, ബാംഗ്ലൂരുണ്ട്, അതുപോലെ തന്നെ കാശ്മീരുണ്ട്. ഇതെല്ലാം തന്നെ
മാത്രമല്ല ഇതിനും വെർച്വലായിട്ടും അതല്ലാതെയും നേരിട്ടുമുള്ളൊരു ഫ്ലാഗ് ഓഫ് കൂടി മോദി നടത്തും. ഏകദേശം ഒരു 4 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്നൊരു സന്ദർശനം. പക്ഷേ അതിനെ ഏറ്റവും വലിയ ഈ നിലവിൽ രാജ്യം ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള ഏറ്റവും വലിയൊരു പ്രചാരണ തന്ത്രമാക്കി, പ്രചാരണ വിഷയമാക്കി മാറ്റുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നിലവിൽ BJPയും NDAയും ഇന്നത്തെ മോദിയുടെ സന്ദർശനത്തിനെ കണക്കാക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചടങ്ങുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ വിമാനത്താവളം ഒരുപാട് ആളുകൾക്ക്, അതായത് അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആളുകളെല്ലാം തന്നെ പീക്ക് അവേഴ്സിൽ പോലും ആളുകളെ ഒരുപോലെ, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും അവരെ എല്ലാം കൈകാര്യം ചെയ്യാൻ രീതിയിലുള്ള ഒരു ടെർമിനൽ അത് അടക്കം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. തൻ്റെ വിമാനത്തിൽ മോദി അയോധ്യ വിമാനത്താവളത്തിലാണ് ഇന്ന് 10:45 പറന്നിറങ്ങുന്നത്. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിക്കുന്നു. പിന്നാലെ റോഡ് ഷോ ആയി 16 കിലോമീറ്റർ ആ റോഡ് ഷോ ആണ്. അത് സാധാരണ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള റോഡ് ഷോ അല്ല, മറ്റ് കലാരൂപങ്ങളെല്ലാം തന്നെ അണിനിരത്തിക്കൊണ്ടുള്ള റോഡ് ഷോ. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഈ അയോധ്യ ധാം എന്ന് പറയുന്ന റെയിൽവേ ജംഗ്ഷനിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ കൂടി പങ്കെടുക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.